ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു ദൊണ്ണ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ദൊണ്ണ ബിരിയാണി എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ദൊണ്ണ ബിരിയാണി ഈസ് ദ ഒത്തൻറ്റിക് ബിരിയാണി ഓഫ് ബാംഗ്ലൂർ. അപ്പോൾ നമുക്കിന്ന് അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ത്വര വന്ന് നമ്മൾ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പം ചിക്പേട്ട് ദൊണ്ണ ബിരിയാണി എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പം നിങ്ങൾ വിചാരിക്കും അത് ചിക്പേട്ടിലാണോ എന്ന്. അല്ല, അത് മാർത്തള്ളി തന്നെയാണ്. സോ നമ്മളിവിടെ മാർത്തള്ളിയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പം ഇവിടെ തന്നെ നമ്മളുടെ വീട്ടിൽ നിന്ന് ഒരു എത്ര കിലോമീറ്റേഴ്സ് ഉണ്ട്? ഒരു ഏകദേശം 5-6 കിലോമീറ്റർ ഉണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയില്ല, നമ്മൾ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. യെസ്, ഇന്നിപ്പം നല്ലൊരു എന്താ പറയുക, മഴയൊക്കെ മൂടി മഴ വരുന്ന പോലെയുള്ളൊരു ഡേ ആണ്. സോ അതുകൊണ്ട് നമ്മൾക്കിന്ന് ബൈക്ക് എടുത്ത് പോകുന്നത് വളരെ റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ അതുകൊണ്ട് നമ്മൾ കാറിലാണ് പോകുന്നത്. യെസ്, ഹായ് പറ. എന്താ പറയാനുള്ളത്? നല്ല ട്രാഫിക് ഉണ്ട്. റോഡ് ഭയങ്കര അവസ്ഥയാണ്. ഇനി നമുക്കൊരു 12 മിനിറ്റ്സും കൂടെ, ഒരു 3 കിലോമീറ്ററും കൂടെ. കണ്ടോ, ഇത്രയും ട്രാഫിക് ഇല്ലാന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മളിവിടെ സ്റ്റക്കായി. പക്ഷെ വലിയ കുഴപ്പമില്ല, മൂവിങ് ആണ്. നമ്മളൊരു 2 മിനിറ്റും അങ്ങനെയൊക്കെയുള്ളൂ. ഇതാണ് നമ്മുടെ മാർത്തള്ളി. നമ്മളിപ്പോൾ മാർത്തള്ളിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, മഴ പെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഇത് കണ്ടോ, മഴത്തുള്ളികൾ നിങ്ങൾ കാണുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ പറ എൻ്റെ വ്ലോഗില്. എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? സാധാരണ ഇങ്ങനെയല്ല. വായ അടക്കണമെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇന്ന് എന്താണെന്ന് അറിയില്ല, നമ്മളൊന്ന് വ്ളോഗൊക്കെ എടുക്കുന്നതുകൊണ്ട് നമ്മൾ ഭയങ്കര എന്താ പറയുക, കോൺഷ്യസ് ആയിട്ട് നമ്മളധികം സംസാരിക്കുന്നില്ല. അതിൻ്റെ ഇടയിൽ നമ്മുടെ കാറിന് ചെറിയ പണിയൊക്കെ കിട്ടിയിരിക്കുകയായിരുന്നു. എന്താ നമ്മളെ കാറിന് പറ്റിയെന്ന് പറയുമോ? ഒന്നുമില്ല, നമ്മൾ കുറെ കാലം ഇങ്ങനെ നിർത്തിയിടുന്നൊരു എടുക്കാറില്ലല്ലോ. എപ്പോഴും വണ്ടി പുറത്തേക്ക് അങ്ങനെ എടുക്കാറില്ല. അതുകൊണ്ട് കുറെ നിർത്തിയിടുമ്പോൾ പൊതുവെ എലി അങ്ങനെ കയറും. എലി കയറി കുറച്ച് വയറൊക്കെ കട്ട് ചെയ്തു. അങ്ങനെ കുറച്ച് വാർണിംഗ് മെസ്സേജ് ഒക്കെ വന്നു. സ്റ്റിയറിംഗ് ടൈറ്റ് ആയി പോയി. കുറച്ച് ടൈറ്റ്, ABS-ലേക്ക് ഒരു വയറൊക്കെ കട്ടായി. പോയി റെഡിയാക്കി. പിന്നെ ഉള്ളിൽ കുറച്ച് മെഷൊക്കെ ഇട്ടിട്ടുണ്ട് ബോണറ്റിനുള്ളിൽ. ഇനിയിപ്പം ഉള്ളിലേക്ക്, അതായത് വണ്ടീൻ്റെ ഉള്ളിലേക്ക് കയറൂല. പക്ഷെ എന്നാലും അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എലി ഏതിൽ വേണമെങ്കിൽ കുത്തി കയറാം. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കിട്ടിരിക്കുന്നു. അതെ, അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാർ എടുത്ത് പോകുന്നു. പക്ഷെ ഇവിടെ ബാംഗ്ലൂരിൽ കാർ എടുത്ത് പോകുന്നത് അതൊരു പെയിനാണ്. ട്രാഫിക്കിൽ ബൈക്കാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇടയിൽ കൂടെ നമുക്ക് ഇങ്ങനെ കുത്തിക്കയറ്റി നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ എസ്കേപ്പ് ആവും. പക്ഷെ കാറാകുമ്പോൾ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ അവിടെ കിടക്കും. പിന്നെ ഇതിപ്പോൾ ഒരു 6 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് വലിയ സീനില്ല. 6 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു 6 കിലോമീറ്ററാണ്. എല്ലാ ട്രാഫിക് കൂടെയാണ് കയറി പോകുന്നത്. അതുകൊണ്ട് ഇറ്റ് വിൽ ടേക്ക് സം ടൈം. കണ്ടോ, മഴ പെയ്യാൻ തുടങ്ങി. അപ്പം നമ്മൾ നന്നായില്ലേ കാർ എടുത്ത് വന്നത്. സാറ്റർഡേയ്സ് ആണ് നമ്മൾ പൊതുവെ പുറത്തു പോകാൻ പ്രിഫർ ചെയ്യാറ്. കാരണം നമുക്ക് സൺഡേ ഒരു ദിവസം നമുക്കിങ്ങനെ റെസ്റ്റ് ചെയ്ത് വീട്ടിലിങ്ങനെ സമാധാനത്തോടെ ഇരുന്നാൽ നമുക്ക് മൺഡേ ഓഫീസിലൊക്കെ പോകണമല്ലോ. സോ അതുകൊണ്ട് നമ്മൾ സാറ്റർഡേ ആണ് നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യാം. ആൻഡ് യെസ്, ഇന്നൊരു സാറ്റർഡേ ആണ്. പിന്നെ നമ്മളങ്ങനെ ലഞ്ച് കഴിക്കാൻ നമ്മളങ്ങനെ പുറത്ത് പോല് വളരെ കുറവാണ്. നമ്മളെപ്പോഴും വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യും. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ വീക്ക് ഡേയ്സ് പ്രിപ്പയർ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ സാറ്റർഡേസ് അഡ്ജസ്റ്റ് ചെയ്യാറാണ്. ഇന്ന് ഒന്നുമില്ല. ഈ കഴിഞ്ഞ വീക്ക് നമ്മൾ കുക്ക് ചെയ്തതൊക്കെ നമ്മൾ എല്ലാം ഫിനിഷ് ചെയ്തു. നമുക്കൊന്നും ബാക്കിയില്ല. ഇന്നെല്ലാം നമ്മൾ എല്ലാം പുതിയതായിട്ട് ഉണ്ടാക്കണം. അപ്പം നമുക്കൊരു മടി. പിന്നെ ഇങ്ങനെ ദൊണ്ണ ബിരിയാണി കഴിച്ചിട്ടും കുറേ കാലങ്ങളായി. നമ്മുടെ മെട്രോൻ്റെ പണി ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇങ്ങോട്ടേക്കുള്ളത്. അതിന് ഏത് കാലത്ത് കഴിയുന്നുള്ളത് അറിയില്ല. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും ആകെ ബഹളമായിരുന്നു. കാരണം മഴ പെയ്തു. പിന്നെ പാർക്കിംഗ് കണ്ടുപിടിക്കാൻ കുറച്ച് പണിയായിരുന്നു. കാരണം നമുക്കറിയില്ലായിരുന്നു ആ ബേസ്മെൻറ്റ് ഇവരുടെ പാർക്കിംഗ് ആണ്. പിന്നെ ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ അവിടെ പോയി ഞാൻ അവിടുത്തെ സെക്യൂരിറ്റീനെയൊക്കെ വിളിച്ച് വന്ന് ലാസ്റ്റ് അപ്പകൃഷ്ണ പാർക്ക് ചെയ്യാൻ പോയപ്പോൾ ഞാൻ പുള്ളിനോട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിതാ മേലേക്ക് പോവുകയാണ്. അങ്ങനെ ഇതാ നമ്മളിവിടെ എത്തി. ആൻഡ് നമ്മളിതാ ഫുഡ് ഓർഡർ ചെയ്യണം. നമുക്ക് ഇലയൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഓർഡർ ചെയ്താൽ പറയാം? നമ്മൾ ദൊണ്ണ ചിക്കൻ ബിരിയാണി, ഒരു സൗണ്ട് പറഞ്ഞു. പിന്നെ ദൊണ്ണ മട്ടൻ ബിരിയാണി, പിന്നെ ഒരു സ്റ്റാർട്ടർ ഗുണ്ടൂർ ചിക്കൻ. അതൊരു ആന്ധ്ര സ്റ്റൈൽ ചിക്കനാണ്. എരിവുള്ള ഐറ്റം ആണ്. ഇവിടെ എങ്ങനെ ഉണ്ടാവും എനിക്ക് ഇവിടെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടല്ലേ, ഇത് ആൾക്ക്
ആൾക്കാർ വന്നൊന്നല്ല, ചുമ്മാ കുറേ പേര് ഫോട്ടോസ്, സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോസ്. നമ്മുടെ പക്ഷെ വെള്ളം എല്ലാവരും വെച്ചിട്ട് കഴിക്കാം, കാരണം അത്ര വൃത്തിയാക്കിയിട്ടൊന്നും കഴിയില്ല. കുളിപ്പിക്കുക എന്നെ ഇപ്പോൾ. വൃത്തിയാക്കി സ്വന്തമായിട്ട് എല്ലാം ക്ലീൻ ആക്കുന്ന പ്രോസസ്സിലാണ് കേട്ടോ. വെള്ളം താഴേക്കോട്ടെ, ടേബിളിൽ തന്നെ വെച്ചായിട്ടോ. ബാക്കിയുള്ള ഇവിടെ സത്യം പറഞ്ഞാൽ നമ്മളല്ലാതെ വേറൊരു മനുഷ്യനില്ല. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ. ഇവിടെ ആകെ ആൾക്കാരൊന്നുമില്ല, ഒരു മനുഷ്യക്കുട്ടിയില്ല. ഒന്നാമത് കുറച്ച് നമ്മളെന്താ മനുഷ്യക്കുട്ടികളല്ലേ? അല്ലേ അല്ലേ പറ. മേഘന തൊട്ടടുത്തായിട്ട് എന്തുകൊണ്ടാണ് മേഘനയിൽ പോകാതെ ഇവിടെ വന്നാൽ? ബിരിയാണി കഴിക്കാനുള്ളൊരു ത്വരയില്ല. ദൊണ്ണയിലേക്ക് ഇത് ചിക്കൻ ദൊണ്ണ ബിരിയാണി, ഇത് മട്ടൻ, ഇതാണ് ഗുണ്ടൂർ ചിക്കൻ. പക്ഷെ ഗുണ്ടൂർ ചിക്കൻ ഞാനിങ്ങനെ സ്റ്റാർട്ടറായും ഞാൻ ഉദ്ദേശിച്ചത് ലെറ്റ്സ് ട്രൈ ഇറ്റ് ഔട്ട്. പിന്നെ ദൊണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ആർക്കും ചിലപ്പോൾ അറിയില്ല. ദൊണ്ണ എന്ന് പറഞ്ഞാൽ എന്താ? ഈ പനേൻ്റെ ഇല, ഫാംലീസ് ഫാംലീസിനാണ് ദൊണ്ണ എന്ന് പറയുന്നത്. അതിൽ സർവ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ദൊണ്ണ ബിരിയാണി വന്നത്. പിന്നെ ഇതിൻ്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് ഗൂഗിൾ ചെയ്ത് നമ്മളെന്ത് സാധനം ചെയ്യുമ്പോഴും അതിലെന്താണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത് നല്ലതാണല്ലോ. ഹിസ്റ്ററിയിൽ ഉണ്ടാക്കിയ ഡിഷാണ്, സോൾജേഴ്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കണ്ടുപിടിച്ചൊരു ബിരിയാണിയാണ് ഈ ദൊണ്ണ ബിരിയാണി. പിന്നെ അത് ബാംഗ്ലൂരിൽ ചിപ്പേട്ട് ആണ് ആദ്യമായിട്ട് ഒറിജിനേറ്റ് ചെയ്തതെന്ന് പറയാം. അപ്പോൾ അവിടെ നിന്നാണ് ഈ സാധനം വന്നിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും ഇവിടെ ചിപ്പി ദൊണ്ണ ബിരിയാണി എന്ന് പറയുന്നത്. കുറച്ച് ബ്രാഞ്ചസ് ഉണ്ടെന്നാണ് തോന്നുന്നത്, 2-3 ബ്രാഞ്ചൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ട്രൈ ചെയ്ത് നോക്കാം. യെസ്, അപ്പം നമ്മുടെ അപ്പോൾ കൃഷി കഴിച്ചിട്ട് റിവ്യൂ പറയും. പറ. നല്ല ചൂടുണ്ട്. ഇത് മട്ടൺ അല്ലേ? മട്ടൺ. പക്ഷെ മട്ടൺ കണ്ടൊരു ചിക്കൻ പോലെ ഉണ്ടല്ലോ. മട്ടൺ തന്നെ. സാലഡ് എടുത്തില്ല? ഇല്ല, ആദ്യം നമ്മൾ അതിൻ്റെ ബിരിയാണീൻ്റെ ഒത്തൻറ്റിക് ടേസ്റ്റ് അറിയുമ്പോൾ ഒന്നും കൂട്ടാൻ പറ്റില്ല. ജസ്റ്റ് ആ പീസ് എടുക്കുക. How is it? ക്വൈറ്റ് നോർമൽ. നമ്മൾ പക്ഷേ ഇതിൻ്റെ മുന്നേ കഴിച്ച ആ ഒരു ദൊണ്ണ ബിരിയാണിൻ്റെ ഒരു ആ ടേസ്റ്റ് അല്ലേ? ആ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നുന്നില്ല. കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, ഇനി പാറ് വയ്ക്കട്ടെ. കഴിക്കാൻ പോകണം. കഴിച്ചോ? ഞാനുണ്ട്. ഓക്കെ എന്നുള്ളൂ അല്ലേ? അപ്പോൾ ഇതിൻ്റെ മുന്നേ കഴിച്ച ദൊണ്ണ ബിരിയാണീൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നുന്നില്ല. മുന്നേ കഴിച്ചതും ഒരു ദൊണ്ണ ബിരിയാണി ഹൗസ്, കൊമേഴ്ഷ്യൽ സ്ട്രീറ്റോ അല്ല, MG റോഡ്. അപ്പം അത് കുറച്ചുകൂടെ ടേസ്റ്റ് ഉള്ളതാണ്. കുഴപ്പമില്ല, ഇതും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ അത്ര പോരാ. ഗുണ്ടൂർ ചിക്കൻ എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? ഗുണ്ടൂർ ചിക്കൻ കുഴപ്പമൊന്നുമില്ല, ഒരു മസാല റോസ്റ്റ് പോലെയൊക്കെ തന്നെ. പക്ഷേ ഞാൻ ഗുണ്ടൂർ ചിക്കൻ ഇതിന് മുന്നേ കഴിച്ചിട്ടുണ്ട് ആന്ധ്ര ഹോട്ടലിൽ. പക്ഷെ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്, ഭയങ്കര എരിവായിരിക്കും. പക്ഷേ പച്ച കളറിലൊക്കെ ഉണ്ട്. ഇതൊക്കെ നോർമൽ ചിക്കൻ മസാല കളറിലല്ല, പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ട്. ഗുണ്ടൂർ ചിക്കൻ എന്ന് പറയാൻ പറ്റില്ല. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ക്വാണ്ടിറ്റി കുറവാണ്. ഫിനിഷ് ചെയ്തു. യെസ് ഗൈസ്, നമ്മളിപ്പോൾ ദൊണ്ണ ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ദൊണ്ണ ബിരിയാണി എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാസ് നോട്ട് അപ് ടു ദ എക്സ്പെക്ടേഷൻ എന്ന് പറയാം, അല്ലേ? ആവറേജ് ആയിരുന്നു, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഇതിലും അടിപൊളി ദൊണ്ണ ബിരിയാണി കഴിച്ചിട്ടുണ്ട് ഇതിന് മുന്നേ. സോ അതുകൊണ്ട് ഇത് അത്ര ഒരു നമ്മളിതിന് മുന്നേ കഴിച്ചേണ്ട അത്ര ഒരു ഫ്ലേവറൊന്നും ഈ ഒരു ബിരിയാണി റൈസ് ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് കുഴപ്പമില്ല, കഴിക്കാം. ഓക്കെയാണ്. ഞാനൊരു 5ൽ 3 കൊടുക്കും. വാട്ട് അബൌട്ട് യു? 5ൽ 3 ആണോ? പിന്നെ ദൊണ്ണ ബിരിയാണി ഒരിക്കലും നമ്മുടെ നാട്ടിൽ നമ്മളുടെ മലബാർ ബിരിയാണി അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ബിരിയാണി പോലെ അല്ല. അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ നമ്മൾ ആ ഒരു എക്സ്പെക്ടേഷൻ കൊണ്ട് നമ്മൾ ദൊണ്ണ ബിരിയാണി കഴിക്കരുത്. അതല്ലാതെ കഴിക്കുമ്പം എനിക്കിഷ്ടമാണ് ദൊണ്ണ ബിരിയാണി. ഞാൻ ബാംഗ്ലൂർ വന്നതിന് ശേഷമാണ്, നമ്മുടെ നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല, ഞാൻ ബാംഗ്ലൂർ വന്നതിന് ശേഷമാണ് ദൊണ്ണ ബിരിയാണി കഴിച്ചിട്ടുള്ളത്.
നിങ്ങൾ ദൊണ്ണ ബിരിയാണി ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരിക്കലും നമ്മളുടെ നാട്ടിലത്തെ ആ ഒരു ബിരിയാണി ആ ഒരു എക്സ്പെക്ടേഷനിൽ കഴിക്കരുത്. അത് വേറെ തന്നെ. നമ്മളുടെ നാട്ടിൽ കുറച്ചുകൂടെ മസാല അങ്ങനെ ഫ്ലേവറാണ്. ഇത് കുറച്ചുകൂടെ പുതിനേൻ്റെ ഒരു ഫ്ലേവർ ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ബാംഗ്ലൂർ വരുമ്പോഴോ അല്ലെങ്കിൽ നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. നാട്ടിൽ കിട്ടുകയാണെങ്കിൽ നാട്ടിൽ, അല്ലെങ്കിൽ ബാംഗ്ലൂർ വരുമ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇവിടെ ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ടാവും. യെസ് ഗൈസ്, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ ദൊണ്ണ ബിരിയാണിയൊക്കെ കഴിച്ച് സെറ്റായി നമ്മൾ വീട്ടിൽ പോവാണ്. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്. Until next video, bye bye. Say bye. Bye.